വയനാട്ടിലും ചേലക്കരയിലും വോട്ടെടുപ്പ് അതിന്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് വയനാട്ടിൽ നിന്ന് വരികയാണ്. 4:50 കണക്ക് വരുമ്പോൾ 57.49% പേരാണ് വയനാട്ടിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ മാനന്തവാടി 56.45% പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറനാടാണ്. 61.71% പേരാണ് ഏറനാട് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവമ്പാടിയിൽ, താമരശ്ശേരിയിൽ, സുൽത്താൻ ബത്തേരിയിൽ 55.91%, കൽപ്പറ്റയിൽ 57.88%, തിരുവമ്പാടിയിൽ 59.25%, നിലമ്പൂരിൽ 55.41%, വണ്ടൂരിൽ 56.89%. ഇതാണ് വയനാട്ടിലെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം. 4:50 പുറത്തു വരുന്ന കണക്ക് പ്രകാരം 57% വയനാട്ടിൽ പോളിംഗ് ഉയർന്നിരിക്കുകയാണ്. ചേലക്കരയിൽ 63% മുകളിൽ എത്തിയിരിക്കുന്നു. 63.93% പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചേലക്കരയിൽ വോട്ടിംഗ് ശതമാനം ഉയരുന്നത് ആർക്ക് ഗുണകരമാകും? 2 പേരും 3 പേരും അവകാശവാദം ഉന്നയിക്കുകയാണ്. പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് UDFന് ഗുണം ചെയ്യുമെന്നാണ് രമ്യ ഹരിദാസ് അവകാശപ്പെടുന്നത്. വലിയ ആത്മവിശ്വാസമുണ്ടെന്നും രമ്യ ന്യൂസ് 8നോട് പറഞ്ഞു. റിപ്പോർട്ടിലേക്ക്. വോട്ടെടുപ്പ് അവസാനിക്കാൻ 2 മണിക്കൂർ താഴെ മാത്രമാണുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ചേരുന്നു. എങ്ങനെയുണ്ട്? 2 മണിക്കൂർ താഴെ മാത്രമേ ഉള്ളൂ പോളിംഗിന് ഇപ്പോഴും? അതെ, വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. UDFന്റെ നല്ലൊരു സജീവമായിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വളരെ മനോഹരമായിരിക്കുന്ന ചിട്ടയായിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റേതായിരിക്കുന്ന ഒരു പോളിംഗ് ശതമാനത്തിന്റെ ഒരു വർധനവും അമ്മമാരും ഉമ്മമാരും എല്ലാവരും ഇപ്പൊ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ളത് പല ബൂത്തുകളിലും നല്ല തിരക്കാണ്. ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും പോയിരുന്നു. ഏകദേശം എല്ലാ ബൂത്തുകളിലേക്ക് പോകുന്നു. ഇനി 2 പഞ്ചായത്ത് കൂടി പോകാനുണ്ട്. എല്ലായിടത്തും രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല തിരക്കുണ്ട്. ഇപ്പോഴും ഉണ്ടെന്ന്. നല്ല തിരക്കുണ്ട്. പിന്നെ 1-2 സ്ഥലത്ത് മെഷീനിന്റെ ഒരു സ്റ്റക്ക് ആവുന്നത് ഉണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ചില സ്ഥലത്ത് ഈ ബീപ് ശബ്ദം കേൾക്കാനേ ഒരു താമസം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു കാലതാമസം ചില ഇടങ്ങളിൽ വരുന്നുണ്ട്. പോളിംഗ് ശതമാനം ഇപ്പോൾ 58ഓളം പോളിംഗ് ശതമാനം വർദ്ധിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDFന് ഗുണം ചെയ്യും. അതെ, UDFന് ഗുണം ചെയ്യും. ഇതിനെയാണ് രമ്യ ഹരിദാസിന്റെ ആത്മവിശ്വാസം. പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും നല്ല തിരക്ക്, എല്ലാ ഭാഗത്തും നല്ല തിരക്കുണ്ട്. പോളിംഗ് ശതമാനത്തിന് വർധനയുണ്ടായാൽ അത് UDFന് ഗുണം ചെയ്യുമെന്നും രമ്യ ഹരിദാസ് പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും വോട്ടിംഗ് ശതമാനം ഉയരുന്നത് UDFന് അനുകൂലമാകും എന്നതാണ് രമ്യ ഹരിദാസ് പറയുന്നത്. കൂടുതൽ ആളുകളെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വോട്ട് ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് UDFനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ 6000 വോട്ട് ഉറപ്പിക്കാനായതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം കൂടുതലാണ് എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും UDF ക്യാമ്പുകൾ ആത്മവിശ്വാസത്തിലാണ്. ഉയരുന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകും എന്നതാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇപ്പോൾ PV അൻവറിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഏറനാട് PV അൻവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. PV അൻവർ പറയുന്നത് സുധീർ അവിടെ 20,000 വോട്ട് നേടും ചേലക്കരയിൽ എന്നാണ്. ഇന്നലെ വരെ വലിയ ആത്മവിശ്വാസവും ജയവും ഒക്കെ പറഞ്ഞിരുന്ന PV അൻവർ പറയുന്നു ചേലക്കരയിൽ DMK സ്ഥാനാർത്ഥി സുധീർ 20,000 വോട്ട് നേടുമെന്ന്. 20,000 വോട്ട് സുധീർ പിടിച്ചാൽ അത് ആർക്ക് അനുകൂലമാകുന്ന സാഹചര്യം സൃഷ്ടിക്കും എന്നതൊക്കെ ഒരു ചോദ്യമാണ്. എന്തായാലും 20,000ത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു PV അൻവർ. 20,000 വോട്ട് സുധീർ പിടിക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണയടക്കം വയനാട്ടിൽ BJPക്ക് അനുകൂലമാകുമെന്ന് NDA സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. നവ്യ ഹരിദാസ് ന്യൂസ് 8നോടാണ് പ്രതികരിച്ചത്. വഖഫ് വിഷയം വരുന്നതിന് മുൻപ് തന്നെ ബിഷപ്പുമാർ പിന്തുണ ഉറപ്പു നൽകിയിരുന്നു. മികച്ച പിന്തുണയാണ് വോട്ടർമാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നവ്യ ഹരിദാസ് പറഞ്ഞു. ഇന്നലെ മാനന്തവാടി സന്ദർശിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ബിഷപ്പുമാർ ഉറപ്പ് തന്നിട്ടുണ്ട്. കാരണം ഇവിടെ LDFും UDFും ചേർന്നുകൊണ്ട് ജനങ്ങളെ വഞ്ചനാ രാഷ്ട്രീയത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ഇവിടെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതാൻ തീർച്ചയായിട്ടും NDA സർക്കാർ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ പിന്തുണ ലഭിച്ചത്. എന്തായാലും വലിയ ആവേശം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചേലക്കരയിൽ തന്നെയാണ്. ചേലക്കരയിൽ 63% മുകളിൽ എത്തിയിരിക്കുന്നു. ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. ഇനി ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇതുവരെ എത്താതിരുന്നവർ, ജോലി കഴിഞ്ഞെത്താൻ ഒക്കെ ശ്രമിക്കുന്നവരൊക്കെ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അതൊക്കെ കൊണ്ട് തന്നെ വലിയ നീണ്ട നിര രൂപപ്പെടുന്നുണ്ട് എല്ലാ ബൂത്തുകളിലും.